ഹലോ എവരിവൺ, ഇപ്പം എൻ്റെ കൂടെയുള്ളത് ഒരു മാജിക് പേഴ്സൺ ആണ്. വേറെ ആരുമല്ല, സൈനത്തിൻ്റെ സ്വന്തം അനുപം. എന്തുകൊണ്ടാണ് ഞാൻ മാജിക് പേഴ്സൺ എന്നൊക്കെ വിളിച്ചതിൻ്റെ കാരണം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. അപ്പോൾ എനിവേ, ഈ കഴിഞ്ഞ ജെഇ മെയിൻ്റെ ഫസ്റ്റ് ഫേസ് റിസൾട്ട് വന്ന സമയത്ത് 99.09% നല്ല മികച്ച സ്കോറുമായിട്ട് NIT സീറ്റ് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ് അനുപം. അപ്പോൾ നമുക്ക് അനുപമിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹായ് അനുപം. ഹലോ സർ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ. അപ്പോൾ എന്താണ്, സന്തോഷമായോ? ഒരുപാട് സന്തോഷമായി അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഞാൻ അനുപമിനെ മാജിക് പേഴ്സൺ എന്നൊക്കെ വിളിക്കാൻ കാരണം? അതുപോലെ തന്നെ മറ്റൊരു പേരും കൂടി എനിക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ട്. ഭയങ്കര ധൈര്യശാലിയാണ് എന്നൊക്കെ വിളിക്കാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് അനുപമിന് മനസ്സിലായിട്ടുണ്ടോ? മേ ബി ഞാൻ റിപ്പീറ്റർ ആയതുകൊണ്ടായിരിക്കും. റിപ്പീറ്റർ ആണ്. അതായത് അനുപമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുപം സൈനത്തിലെ റിപ്പീറ്റർ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം സാർ എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചാൽ അനുപമിന് അല്ലാത്ത കാരണം കൊണ്ടാണ് കിട്ടാതിരുന്നത്. നമുക്ക് ഓർമ്മയുള്ളവർക്ക് അറിയായിരിക്കും, വിവാദമായ ഒരു 27th ഷിഫ്റ്റിൻ്റെ കാര്യം അല്ലേ? നന്നായിട്ട് പഠിച്ചിട്ടും അപ്പോൾ NTA ഒരു പ്രശ്നം കാരണം കിട്ടാതിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എന്നിട്ടും ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുപം സമ്മതിച്ചില്ല. അനുപം വീണ്ടും ഒന്നുകൂടി എന്താക്കി ട്രൈ ചെയ്തു. അപ്പോൾ ഈവൻ എന്നെ വിളിച്ച് ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, സാർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യട്ടെ എന്നൊക്കെ വിളിച്ച് ചോദിച്ചതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ആ സമയത്തും എനിക്ക് സത്യം പറഞ്ഞൊരു അനുപനോട് ധൈര്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നല്ല വ്യക്തമായ തീരുമാനം നമ്മൾ പലപ്പോഴും പറയേണ്ടതാണ്. നമ്മൾ റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കണം. അപ്പം അങ്ങനെ റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുത്ത് ലൈഫ് തന്നെ സെക്യൂർ ആയിരിക്കുന്നതാണ് അനുപം. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ അനുപമിനെ മാജിക് സ്റ്റുഡൻ്റ് എന്നൊക്കെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ശ്രദ്ധിക്കാം. അപ്പോൾ അനുപമിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മളിപ്പോൾ അനുപം ഓഫ്ലൈൻ പ്യൂർ ഓഫ്ലൈനിലും വരുന്നതാണ്, അതുപോലെ തന്നെ ഹൈബ്രിഡിലും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അനുപമിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ് ബെസ്റ്റ്? എനിക്ക് തോന്നുന്നത് ഹൈബ്രിഡാണ് ബെറ്റർ എന്നാണ്. ഹൈബ്രിഡാണ് ബെറ്റർ. ഓക്കെ, പേഴ്സണലായിട്ട് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് നമ്മളേതായ രീതിയിൽ പഠിക്കാനുള്ള സമയം കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം ടോപ്പിക്സ് ഒക്കെ കുറച്ച് കവർ ചെയ്തതുകൊണ്ട് എൻ്റേതായ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഹൈബ്രിഡ് ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഒരു ദിവസം ക്ലാസ് വന്നാൽ നമുക്ക് ആ സമയത്ത് ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ അവിടെ ക്ലിയർ ആവുകയും ചെയ്യും. തൊട്ടടുത്ത ദിവസം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പം നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നമ്മളേതായ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമും സ്പേസും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാളും പിന്നെ ബെറ്റർ എന്താണ്, പ്യൂർ ഓഫ്ലൈനെ കാട്ടുന്നുള്ളത് ഹൈബ്രിഡ് സിസ്റ്റം ആണെന്ന് അനുഭവം അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്തായിരുന്നു? ആ റിപ്പീറ്റ് ചെയ്യാനെടുക്കുന്ന സമയത്ത് എന്തായാലും ഉറപ്പായിട്ടും ഒരു സമ്മർദ്ദത്തിലൂടെ പോയിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അനുഭവത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാൻ വേണ്ടി പറ്റും? അതെന്ന് പറയുമ്പം ഫസ്റ്റ് സെഷൻ എനിക്ക് ഇതേമാതിരി 27th ആയതുകൊണ്ട് അങ്ങനെ ഒരു മിസ്സായി. 27th ഒരു വിവാദമായ ഷിഫ്റ്റാണ്. ചിലപ്പോൾ ഈ വർഷത്തെ കുട്ടിക്ക് അറിയണം നിർബന്ധമില്ല. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ അത് അത്രയും അല്ലേ, ഒരുപാട് വിക്ടിംസ് ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ ഒരുപാട് വിക്ടിംസ് ഉണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഫേസ് അല്ലേ, ഫസ്റ്റ് സെഷൻ ഫസ്റ്റ് ഫേസിൽ പിന്നെ എന്താ പറയുക, കൂടുതൽ കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ട് അതുപോലെ എക്സാം വളരെ സിമ്പിളാക്കിയുകൊണ്ട് നന്നായി പഠിക്കണം, നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്കൊക്കെ പെർസെൻറ്റേജ് വളരെ താഴേക്ക് വരുന്നത്. അതായത് ഹ്യൂജ് ഡിസ്പാരിറ്റി ഉണ്ടായിരുന്നു അല്ലേ? അതായിരുന്നു സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉള്ള ഷിഫ്റ്റ് ഉണ്ടായിരുന്നത് അല്ലേ? മറ്റേ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഉള്ള ഷിഫ്റ്റുമായിട്ട് ഏകദേശം നല്ല മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. 60 to 70 അല്ലേ? അതായത് മറ്റൊരു ഷിഫ്റ്റിൽ റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ മറ്റൊരു ഷിഫ്റ്റിൽ 150 മാർക്ക് എങ്ങാനും കിട്ടിക്കാൻ 99 കിട്ടുമായിരുന്നു അല്ലെ? 152 അല്ലെ? 157 ഉണ്ടായിരുന്നു. 157 ഉണ്ടായിട്ടും 93% ആയില്ല, അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വിവാദമായൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതിന്റെ വിക്ടിം ആയിരുന്നു. പക്ഷെ ധൈര്യമായിട്ട് തീരുമാനമെടുത്തു. അപ്പൊ അതിന് ആ സമയത്തുള്ള ചില അനുഭവങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റും? ആ സമയത്ത് ഞാൻ കീം എഴുതാൻ അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിയായിരുന്നു. കീം കിട്ടിയത്. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യണോ അതോ കീമിന് പോകണോ പല ആൾക്കാരും ചോദിച്ചപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും പറഞ്ഞത് കീമിന് പോയിക്കോ, സേഫ് ആയിക്കോ എന്നൊക്കെയാണ് പറഞ്ഞത്. ബട്ട് എൻ്റെ വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ പണ്ടേ IIT NIT എന്നുള്ളൊരു പണ്ടേ അങ്ങനെ പറഞ്ഞ് ആ ഒരു സ്വപ്നം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ലാണ്ട് വീട്ടിൽ കയറി ചെല്ലുമ്പം ഒരു അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ NIT അതായത് റിപ്പീറ്റ് വെച്ച് അങ്ങനെ അറിഞ്ഞത്. തീർച്ചയായിട്ടും അച്ഛനോടും അമ്മനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് പറഞ്ഞു പറഞ്ഞതാണ് അല്ലേ മക്കൾ? അത് വല്ലാത്തൊരു സംഭവമാണ് അല്ലേ? കാരണം അച്ഛനോട് എങ്ങനെയാണ് പിന്നെ ഒന്നുമില്ലാതെ അത്രയും പ്രതീക്ഷ, പക്ഷെ അത് ആ തീരുമാനം നമുക്ക് വളരെയധികം എന്തായി. ഇപ്പൊ അവരും ഹാപ്പി, ഞാനും ഹാപ്പി. അവര് ഹാപ്പി അല്ലേ? അവരിന്ന് വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല, വന്നില്ല. നമുക്ക് ഒരു ദിവസം അവരെയും കൂടെ ഒന്ന് കാണണം. ഓക്കെ, പിന്നെ അപ്പോൾ വേറെ എന്തെങ്കിലും അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇടപെട്ട് പോയി കണ്ടിന്യൂ ചെയ്തോളൂ. ഞാനിങ്ങനെ പല ആളോടും ചോദിച്ചപ്പം എല്ലാവരും പറഞ്ഞത് എന്തിന് NIT CET ഒക്കെ കിട്ടുമായിരുന്നു, എനിക്ക് CS തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ അവിടെ പോയിക്കൂടെ, വെറുതെ റിസ്ക് ചെയ്യണോ, ഒരു ഇയർ അല്ലേ? ബട്ട് ലാസ്റ്റ് നമ്മൾ എവിടെ എത്തിയെന്നല്ലേ നോക്കൂ, എത്ര കൊല്ലം പഠിച്ചൊന്നും നോക്കത്തില്ല. ആരും ചോദിക്കില്ല റിപ്പീറ്റഡ് ആയിരുന്നു, ആരും ചോദിക്കാൻ നിൽക്കുന്നില്ല. അതൊക്കെ കൊണ്ട് മെയിനായിട്ട് അച്ഛൻ തന്നെയായിരുന്നു മോട്ടിവേഷൻ. അച്ഛനിങ്ങനെ പറയും. അപ്പോൾ
ഈ ഒരു വഴി പറഞ്ഞത് തന്നെ അച്ഛൻ്റെ നേരം. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ കേസ് ഉണ്ട്, എഞ്ചിനീയർ ആണ്. എഞ്ചിനീയർ. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഭാഗത്തായതുകൊണ്ട് അങ്ങനെ ഞാൻ ഇതിലേക്ക് തന്നെ കഴിഞ്ഞതാണ്. അപ്പോൾ അതാണ് അച്ഛനായിരുന്നു വഴികാട്ടിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടേസ്റ്റ് ധീരമായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയി അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ റിപ്പീറ്റർ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പഠനം? എങ്ങനെ ഉണ്ടായിരുന്നു? ഏതെങ്കിലും സബ്ജക്റ്റ് ടഫായിട്ട് തോന്നിയോ? അങ്ങനെ എന്തെങ്കിലും? ടഫായിട്ട് പൊതുവേ ഞാൻ കെമിസ്ട്രിയിൽ കുറച്ച് വീക്കായിരുന്നു. ഫിസിക്സ് ഓക്കെ ആയിരുന്നു എനിക്ക്, മാത്സും കുഴപ്പമില്ല. ബട്ട് പൊതുവെ മാത്സിലായിരുന്നു മാർക്ക് പറയാറ്, അത് ഇപ്രാവശ്യം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തവണ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നോക്കുന്ന സമയത്ത് ഏതാണ് കൂടുതലായിട്ട്? ഫിസിക്സ് ആയിരുന്നു വന്നത്. ഫിസിക്സ് ആണ് നന്നായിട്ട് എഴുതാൻ വേണ്ടി സാധിച്ചത് അല്ലെ? രണ്ടാം സ്ഥാനത്ത് കെമിസ്ട്രി ആണോ മാത്സ് ആണോ? കെമിസ്ട്രി തന്നെയാണ് അല്ലെ? ഏതാണ്ട് സിമിലർ ആവുക തന്നെ ഭയങ്കര കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതായത് ചില കുട്ടികൾ മാത്സിന് കുറച്ച് കെമിസ്ട്രിക്ക് വീക്കുള്ള കുട്ടികൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അവർക്ക് ജെയ്മെയിൻ കിട്ടില്ല എന്നൊക്കെ, കാരണം പൊതുവെ സ്കോറിംഗ് സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. പക്ഷേ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സും മാത്സും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് അനുപമിൻ്റെ അഭിപ്രായം പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലൈക്ക് നമുക്ക് ഹൈബ്രിഡ് ആകുന്ന സമയത്ത് അല്ലെ, ഈ ഓൺലൈൻ ഡേയ്സിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കാരണം അങ്ങനെ ശീലം ഉണ്ടാവില്ലല്ലോ കുറേ വർഷമായിട്ട്. ഇല്ല, അത് നമ്മൾ അതിൻ്റെ ഒപ്പം റുട്ടീനായിട്ട് പോകുമ്പോൾ അത് കാച്ചപ്പ് ആയിക്കോളും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എക്സാമിനേഷൻ ആ സമയത്ത് എന്തെങ്കിലും സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അതാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു റിപ്പീറ്റ് കാലഘട്ടത്തിൽ സ്ട്രെസ് അങ്ങനെ ഉണ്ടായിട്ടിരുന്നില്ല. സ്ട്രെസ് ഉണ്ടായിട്ടില്ല, കുറച്ചുകൂടി ധൈര്യമായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഭാഗം പഠിച്ചതാണ്, അപ്പോൾ ഇപ്രാവശ്യം ഒന്നതൊന്ന് പൊടി തട്ടിയെടുത്ത് റെഡി ആവാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സ്ട്രെസ്സും അങ്ങനെ വലിയ രീതിയിലുള്ള അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കൂളായിട്ട് ഈ എക്സാം എഴുതി അങ്ങനെയായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, എക്സാം എഴുതി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു റിപ്പീറ്റിംഗ് കാലഘട്ടത്തിൽ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും ക്യാമ്പസിൻ്റെ സപ്പോർട്ടും സാഹചര്യത്തിൻ്റെ സപ്പോർട്ടും ഒക്കെ? അടിപൊളിയായിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സും സാറന്മാരും ഒക്കെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തു, പ്രത്യേകിച്ച് മെൻറ്റേഴ്സ്, വാർഡനും ഒക്കെ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ നമുക്കെല്ലാം സപ്പോർട്ട് നന്നായിരുന്നു. എപ്പോഴെങ്കിലൊക്കെ സമ്മർദ്ദത്തിലാകുന്ന സമയത്ത് ഞാൻ മെയിനായിട്ട് ഈ മീം വേണോ ജെയ് വേണോ എന്നുള്ള ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, സാറിൻ്റെ കൺഫ്യൂഷനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സാറൊക്കെ വിളിച്ചായിരുന്നു, NS മാം, അവരൊക്കെ വിളിച്ചിട്ട് ഇതേമാതിരി ഒപ്പീനിയൻ എടുത്തിട്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് കഴിഞ്ഞു തന്നെ. അപ്പോൾ ഈ സമയത്തൊക്കെ മെൻറ്ററായാലും വാർഡനായാലും പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് നമ്മുടെ വെസ്റ്റിലെ ഫാക്കൽറ്റീസ് അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓക്കെ, കാരണം വിമേഷ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അടിപൊളി ടീം തന്നെ അല്ല, എല്ലാ സബ്ജക്റ്റിനും അവിടെ ഉണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ എന്താ പറയുക, സൈലത്തിൻ്റെ മെറ്റീരിയൽ 2 വർഷം ഇവിടെ ഉണ്ടായതാണ്. അപ്പോൾ അതിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും അപ്ഗ്രഡേഷനോ എന്തെങ്കിലും ചേഞ്ചിങ്ങോ ഫീൽ ചെയ്തിട്ടുണ്ടോ മെറ്റീരിയലൊക്കെ? മാത്സ് നല്ലതായിട്ട് ഇമ്പ്രൂവ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരുപാട് ഇപ്രാവശ്യം നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കും ഏതൊക്കെയാണോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അതൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ DPP തന്നെ ഉണ്ടായിരുന്നു. DPP ഉണ്ടാവും അല്ലേ? അപ്പോൾ DPP തന്നെയാണോ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പഠിച്ചത്? DPP പഠിച്ചു, പിന്നെ പ്രീവിയസ് ഇയറിലേക്ക് പോയി. DPP നമ്മൾ ഫുൾ PYQs ആണ്, അതില്ലാത്ത എക്സ്ട്രാ PYQ കൂടി ചെയ്തു അല്ലേ? അപ്പോൾ എനിവേ ശ്രദ്ധിക്കുക, അതന്നെയാണ് നമ്മുടെ സിസ്റ്റം. അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ വർഷത്തും നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഓരോ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകും. അത് തന്നെയാണ് സൈലത്തിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇനി അവസാനമായിട്ട് കുട്ടികളോട് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ട്? നമ്മളൊരു ഡിസിഷൻ എടുത്താൽ അതിലേക്ക് ഉറച്ചു നിൽക്കുക. ഇപ്പോൾ പുറത്തുനിന്നുള്ളവർ എന്ത് പറഞ്ഞാലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് അത്ര വേണ്ടപ്പെട്ടവരും പിന്നെ അതിൽ ആ വിഷയത്തിൽ എക്സ്പെർട്ടൈസ് ചെയ്ത ആൾക്കാരും പറയുന്ന അവരുടെ ഒപ്പീനിയൻ മാത്രം കൺസിഡർ ചെയ്ത് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുത്ത് പോവുക. അതായിരിക്കും പിന്നീടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? അതായത് കാലത്തിൻ്റെ ഒഴുക്ക് അനുസരിച്ച് പോവാതെ, അതായത് സോഷ്യലായിട്ടുള്ള ആൾക്കാരുടെ പിന്നെ ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ അഭിപ്രായം പറയും, അതൊക്കെ കേൾക്കാതെ കണ്ട് നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ഓരോ മേഖലയിലും അതിന് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരോട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ CA കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അറിയണ്ടാവില്ല, മനസ്സിലായി? അപ്പോൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം അഭിപ്രായം എടുത്തിട്ട് അതൊക്കെ ക്രോഡീകരിച്ച് നമ്മുടേതായ തീരുമാനം തന്നെ ഉറച്ച് നിൽക്കുക എന്നുള്ളതാണ് അല്ലേ? പിന്നീട് ഒരു റിഗ്രറ്റ് വരാത്ത രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. യെസ്, ഓക്കെ. പിന്നീട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത ഒരാളാണ് അനുപം. അപ്പോൾ തീർച്ചയായിട്ടും അനുപമിൻ്റെ ഉപദേശം നിങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എനിവേ താങ്ക് യു അനുപം, താങ്ക് യു വെരി മച്ച്.